أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1671 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യുഖാലു ലക ഇല്ലാ ഖദ് ഖീല ലിർറുസുൽ മിൻ ഖബ്ലിക് ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ വദൂ ഇഖാബിൻ അലീം. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم أعمى أولئك ينادون من مكان بعيد. ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആന്റെ അജയ്യത, അതിൻ്റെ ആശയപരമായ കൃത്യത ഒരു കാരണവശാലും ബാത്തിലടങ്ങിയിട്ടുള്ളതല്ലാത്ത ദൈവിക വേദഗ്രന്ഥം എന്ന നിലക്കുള്ള അതിൻ്റെ സ്ഥാനം, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു ഉയർത്തി കാണിക്കുകയുണ്ടായത്. അതിൻ്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ആയി അതിനെ മിഥ്യ അതിൽ കയറിക്കൂടുകയില്ല, അതിലേക്ക് ചേർക്കപ്പെടുകയില്ല. യുക്തിജ്ഞനും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ അവതരണമാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ദൈവിക ഗ്രന്ഥം എന്ന കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ആളുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതിനെ വക്രമാക്കി
കാണിക്കുകയും തെറ്റായ വിധത്തിൽ ആളുകൾക്കിടയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ നൽകിയുണ്ടായ പ്രതികരണം. എന്നാൽ അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത് ലാ യഖ്ഫൗന അലൈന, ഈ വിധത്തില് അള്ളാഹുവിന്റെ ആയാത്തുകളെ ഇൽഹാദ് ചെയ്യുന്ന ആളുകൾ അവരെ നാം കാണാതെ പോകുന്നില്ല. അവര് നമ്മെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു നിൽക്കുന്നവരല്ല. നരകത്തില് ചെന്ന് കൊണ്ടെറിയപ്പെടുന്ന ആളുകളും അള്ളാഹുവിന്റെ അടുക്കൽ നിർഭയനായിട്ട് എത്തുന്ന ആളുകളും ഒരുപോലെയല്ല. നിങ്ങൾ ഇച്ഛിച്ചത് പ്രവർത്തിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഈ കാര്യമാണ് അള്ളാഹു വിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തില് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളോടുള്ള അവരുടെ പ്രതികരണത്തെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. അപ്പോ ഖുർആൻ അജയ്യതയുള്ള, മിഥ്യ അടങ്ങിയിട്ടില്ലാത്ത, ഒരു ഘട്ടത്തിലും മിഥ്യ കൂടിക്കലരുകയില്ലാത്ത ദൈവികമായ സംരക്ഷണമുള്ള വേദഗ്രന്ഥമാണ് എന്ന കാര്യമാണ് നമ്മൾ പഠനവിധേയമാക്കിയ ആയാത്തുകളിലായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകൾ വരുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നത്. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായി അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിലാണ്. പറയുന്ന കാര്യം ഇതാണ്: മാ യുഖാലു ലക, താങ്കളോടായിട്ട് പറയപ്പെടുന്നില്ല, ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതുപോലെയുള്ളതല്ലാത്ത യാതൊന്നും. എന്ന് പറഞ്ഞാൽ പ്രവാചകരെ ഇപ്പോ താങ്കളെ കേൾപ്പിക്കുന്നതും താങ്കൾ മുഖേന ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയായ ഈ ദൈവിക വചനങ്ങൾ ഉണ്ടല്ലോ, അതിലുള്ള നിർദ്ദേശങ്ങളും അതിലടങ്ങിയ കാര്യങ്ങളും ഇതൊക്കെയും തന്നെ നേരത്തെ വന്നു പോയിട്ടുണ്ടായിരുന്ന സകല പ്രവാചകന്മാരും കേൾപ്പിക്കപ്പെട്ടതും അവരും മുഖേന ജനങ്ങളെ കേൾപ്പിക്കുകയുണ്ടായതുമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതില് പുതുമയുള്ള യാതൊന്നുമില്ല. മാ യുഖാലു ലക, താങ്കളോടായിട്ട് പറയപ്പെടുന്നില്ല, അല്ലെങ്കിൽ താങ്കൾക്ക് കേൾപ്പിക്കപ്പെടുന്നില്ല. ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാർക്ക് കേൾപ്പിക്കപ്പെട്ടതല്ലാതെ, അവരോട് പറയപ്പെട്ടതല്ലാത്ത യാതൊന്നും, പുതിയ എന്തെങ്കിലും കേൾപ്പിക്കപ്പെടുകയല്ല ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൻ വദു ഇഖാബിൻ അലീം. എന്നിട്ട് അള്ളാഹു പറയാണ്, നിശ്ചയമായിട്ടും നിന്റെ നാഥൻ ഏറെ പുറത്തു കൊടുക്കുന്നവനും അതുപോലെ വേദനയേറിയ ശിക്ഷ ഏൽപ്പിക്കുന്നവനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനോട് ആളുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ ആശ്രയിച്ചാണ് അള്ളാഹു അവരുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടി. അവര് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇത്തിബാ ചെയ്യാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇതാണ് അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നതിന്റെ താല്പര്യം. അതേപോലെ തന്നെ അള്ളാഹു വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാണ്. വദു ഇഖാബിൻ അലീം, വലിയ അലമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ശിക്ഷ ഏൽപ്പിക്കുന്ന, പ്രഹരമേൽപ്പിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ എന്ത് നിലപാടാണോ ഓരോരുത്തരും ഈ പ്രവാചകൻ മുഖേന കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സംഗതികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്,
അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരോടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്. താങ്കളോട് ഇപ്പോ പറയപ്പെടുന്നതൊന്നും തന്നെ നേരത്തെ താങ്കൾക്ക് മുമ്പ് ഭൂമുഖത്ത് വന്നു പോയിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാരോട് പറയപ്പെടാത്ത കാര്യങ്ങളല്ല. അവരോട് അള്ളാഹു എന്തൊക്കെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോ താങ്കൾക്കുള്ള നിർദ്ദേശമായിട്ട് നൽകപ്പെടുന്നത്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലരോട് അള്ളാഹു വലിയ മഗ്ഫിറത്ത് കാണിക്കുന്നു, അവർക്ക് പുറത്തു കൊടുക്കുന്നു. വേറെ ചിലർക്ക് അള്ളാഹു ഇഖാബുൻ അലീമാണ് നൽകുന്നത്, വേദനയേറിയ ശിക്ഷയാണ് നൽകുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ അവരുടെ മുന്നിൽ അവതീർണമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഖേന അതിലെ ആയാത്തുകൾ അവർ കേൾക്കാനിടയായ ഘട്ടത്തിൽ, ആ പശ്ചാത്തലത്തിൽ അത് സംബന്ധമായി നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ നടപടി എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ വിശദമാക്കപ്പെട്ടിട്ടുള്ളത്. ചിലർക്ക് അള്ളാഹു വളരെയേറെ മഗ്ഫിറത്ത് നൽകുന്നവനായിട്ട് കാണും, വേറെ ചിലർക്ക് അള്ളാഹു വളരെ വേദനയേറിയ ശിക്ഷ ഏൽപ്പിക്കുന്നവനായിട്ടും അനുഭവപ്പെടും. ഈ വിധത്തില് വ്യത്യസ്തമായ നടപടിയാണ് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇനി ഈ ഖുർആനോട് അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഉള്ളുകള്ളി പരിശോധിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യ. ഒന്ന് ഓർത്തു നോക്കൂ, നാം ഈ ഖുർആനെ അനറബി ഭാഷയിലുള്ള ഒരു പാരായണമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, അറബി ഭാഷയിലുള്ളതല്ല, അറബി അല്ലാത്തൊരു ഭാഷയിലുള്ള ഒരു പാരായണമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലെ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിരുന്നതെങ്കിൽ എന്താണ് എന്നത് പറയാം. അതിന്റെ മുമ്പ് ഒരു പശ്ചാത്തലം ഉള്ളത് സൂചിപ്പിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിലുള്ള സുന്ദരമായ ഈ പാരായണം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ മക്കയിലെ എതിർപക്ഷത്തായി നിലക്കൊണ്ട ആളുകൾ പറയുകയുണ്ടായത്, ഇതിലെന്ത് അത്ഭുതമാണുള്ളത്, മുഹമ്മദ് അറബിയില് ചില ശ്ലോകങ്ങൾ കേൾപ്പിക്കുന്നു എന്നത് ഇത് അറബി ഭാഷ സംസാരിക്കുന്ന ആരുടെയും കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന സാധ്യതയുള്ള ഒരു കാര്യമല്ലേ, ഇതിൽ എന്ത് ദിവ്യത്വമാണുള്ളത് എന്നതാണ് അവര് ചോദിച്ചുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഇത് മുഹമ്മദിന് അറിയാത്തൊരു ഭാഷയിൽ, ഒരു അന്യഭാഷയിലായിരുന്നു വല്ലതും കേൾപ്പിച്ചിരുന്നതെങ്കിൽ അത് ദൈവിക വെളിപ്പാട് മുഖേന ലഭിച്ചതാണ്, അതുകൊണ്ടാണ് മുഹമ്മദിന് അത് സാധിച്ചത്, അതിനാലാണ് മുഹമ്മദ് അത് നമ്മളെ കേൾപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാമായിരുന്നു എന്ന് വരെ ഈ ആളുകൾ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവരെ വിസ്മയിപ്പിക്കുന്ന ഒരു പാരായണമായിരുന്നു വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിലൂടെ അവർ കേൾക്കുകയുണ്ടായത്. അവരിൽ ഓരോരുത്തർക്കും തന്നെ അത് വളരെ വലിയ വെല്ലുവിളിയായിട്ട്, അത്യസാധാരണത്വമുള്ള വചനങ്ങളായിട്ട് അനുഭവപ്പെട്ടതാണ്. മക്കയില് ഈ എത്തിപ്പെടുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ കേൾക്കാനിടയാവുകയും ചെയ്ത അറബി ഭാഷ അറിയുന്ന, അറബി സംസാരിക്കുന്ന ആളുകൾ എത്രയോ പേര് ഈ പാരായണത്തിൽ ആകൃഷ്ടരായി അത്ഭുതം കൂറിയ സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവർക്ക് പരിചയമുള്ള കവികൾക്കോ എഴുത്തുകാർക്കോ സാഹിത്യകാരന്മാർക്കോ ഒന്നും ഇന്നേ വരെ സാധിച്ചതായിട്ട് അവര് സങ്കല്പിക്കുന്നില്ലാത്ത അത്രയും വിസ്മയകരമായ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയായിട്ട് അവര് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. അതില് അവർക്കുണ്ടായിരുന്ന വിസ്മയം അവരൊരിക്കലും മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മക്കയിൽ നിഷേധ നിലപാട് സ്വീകരിച്ച ആളുകൾ, കുഫാറുകൾ, അവര് ഈ ഖുർആന്റെ ആയാത്തുകളെ നിസ്സാരമാക്കി കാണുകയും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. മുഹമ്മദ് അറബിയല്ലേ, അറബി സംസാരിക്കുന്ന ഒരാള്
ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു എന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ദൈവിക വെളിപാടായിരുന്നെങ്കിൽ അത് ഒരു മലക്കല്ലേ കൊണ്ടുവരിക? മലക്ക് നമ്മളെ കേൾപ്പിക്കൂലേ? അത് മുഹമ്മദിന് അറിയാത്തൊരു ഭാഷയിലാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു, അത് അള്ളാഹു കേൾപ്പിച്ചതാണ് എന്നതൊക്കെ. ഇത് അറബി ഭാഷയിൽ ഇങ്ങനെ കേൾപ്പിക്കുമ്പോ ഇതിലെന്ത് കൗതുകമാണുള്ളത് എന്ന വിധത്തിലാണ് ഈ കുഫാറുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് അള്ളാഹു മറുപടി നൽകുകയാണ് ഇവിടെ. വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യ. ഇവർ ആവശ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ഇവർ കരുതുന്ന പോലെ അറബി അല്ലാത്തൊരു ഭാഷയിലാണ് നാം ഈ ഖുർആൻ അവതരിപ്പിക്കുകയുണ്ടായത് എങ്കിൽ, നാം ഈ പാരായണത്തെ ആ വിധത്തിലാണ് ഒരുക്കിയതെങ്കിൽ, ലഖാലു, അവരിങ്ങനെ പറയുമായിരുന്നു, ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു, ഇതെന്താ ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത ആയാത്തുകളാണല്ലോ, ഈ ആയാത്തുകളൊന്നും വിശദമാക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അവർ ചോദിക്കുക. ഈ സൂറത്തിന് ഫുസ്സിലത്ത് എന്ന് പേര് വരുന്നതിന് കാരണമായ 2 ഇടങ്ങളിലുള്ള പരാമർശമാണ് ഈ വാക്ക് വരുന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ടു ഫുസ്സിലത്ത് എന്ന വാക്ക്, ഇവിടെയും വീണ്ടും കാണാം. അപ്പോ വിശദമാക്കപ്പെടാത്ത ആയാത്തുകളാണല്ലോ ഇത് എന്നാണ് അവര് ഈ ഖുർആൻ അറബി ഭാഷയിൽ അല്ലാതെയാണ് അവതരിപ്പിച്ചതെങ്കിൽ അവർ പറയുമായിരുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല. ഗ്രീക്കിലോ ലാറ്റിനിലോ അതുപോലെ ഏതെങ്കിലും ഭാഷയിലാണ് അവർക്ക് ഈ ഖുർആൻ കേൾക്കേണ്ടി വന്നിരുന്നതെങ്കിൽ ഇതെന്താ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത, കാര്യങ്ങളൊന്നും വിശദമാക്കപ്പെടാത്ത ഒരു സംഗതിയാണല്ലോ കേൾപ്പിക്കപ്പെടുന്നത് എന്നായിരിക്കും അവർ പറയുക. അപ്പൊ എന്തിന്റെ പേരിലാണ് അള്ളാഹു അറബി ഭാഷ തെരഞ്ഞെടുത്തത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അത് അഭിസംബോധന ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഖുർആൻ ആദ്യമായി ആരെയാണോ കേൾപ്പിക്കുന്നത് ആ കൂട്ടര് അവര് സംസാരിക്കുന്ന ഭാഷയിലാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണവും വ്യക്തമാണ്, അവർക്കത് മനസ്സിലാവണം. ആദ്യ തലമുറക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അനുവാചക സമൂഹത്തിന് അത് മനസ്സിലാകുന്നതാവണം എന്നതാണ് അതിന്റെ താല്പര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇടയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ അവർക്ക് മാത്രമല്ലേ ബാധകമാവേണ്ടതുള്ളൂ? അറബി ഭാഷ സംസാരിക്കാത്ത അറിയാത്ത ആളുകൾക്ക് ഇത് ബാധകമാണ് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്നതൊക്കെ. അള്ളാഹു ഒരു അന്ത്യപ്രവാചകനായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ജനതതികൾക്കുമായി അന്ത്യനാൾ വരെയുള്ളവർക്കായിട്ട് മാർഗദർശനം നൽകാൻ ഒരു ഭാഷയിലുള്ള ഒരു കിതാബ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അള്ളാഹു അതെങ്ങനെ നടപ്പിലാക്കും എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഷ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അതിന് യോജിച്ച ഒരാളെ ദൂതനായിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുക. ഇതാണല്ലോ വസ്തുത. അറബി ഭാഷയ്ക്കുള്ള വലിയൊരു മഹത്വം അത് ഭാഷകളുടെ തന്നെ ഏറ്റവും പ്രഭവ സ്രോതസ്സായിട്ട് പരിഗണിക്കപ്പെടുന്ന ഭാഷയാണ് എന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറബി ഭാഷക്ക് ലോകത്തെ മറ്റെല്ലാ ഭാഷകളുടെയും പ്രഭവ കേന്ദ്രമായിട്ട് അതൊക്കെയും ഉത്ഭവിച്ചത് അറബി ഭാഷയിലൂടെയാണ്. അത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന അറബി ഭാഷയുടെ ആ രൂപത്തിലാവണമെന്നില്ല. ഒരു പ്രോട്ടോ അറബിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും പൗരാണികമായ കാലത്ത് ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ, ആ ഭാഷയിൽ നിന്നാണ് അരമൈക്കും സിറിയക്കും ഹീബ്രുവും ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആധുനിക അറബി ഭാഷയും ആ ഭാഷയിൽ നിന്ന് തന്നെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനിയും ഭാഷാശാസ്ത്രം നമ്മൾ അതിന്റെ സർവ്വസാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിലയിരുത്തുകയാണെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ ഭാഷ തന്നെ അറബിയായിരുന്നു എന്ന ഒരു ധാരണയിലേക്ക് എത്താൻ വലിയ സാധ്യതയുണ്ട്. ഖുർആൻ നൽകുന്ന സൂചനകൾ എന്തായാലും അതിന് അത്തരം ഒരു അന്വേഷണത്തിന് നമുക്ക് പ്രേരണ നൽകുന്ന വിധത്തിലുള്ളതാണ്. ഭൗതിക ലോകത്ത് ഭാഷാശാസ്ത്രപരമായ പഠനങ്ങൾ നിർവഹിക്കപ്പെട്ട അതിന്റെ അടിത്തറയിൽ നമ്മൾ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ അറബി ഭാഷ ലോകത്തെ എല്ലാ ഭാഷാ സമൂഹങ്ങളുടെയും അടിത്തറയായിട്ട് കണ്ടെത്താൻ വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
കാരണം ലോകത്തെ ഏത് ഭാഷയിലും ഉള്ള പദങ്ങൾ വിലയിരുത്തിയാൽ അതൊക്കെയും തന്നെ അറബി ഭാഷയിലെ സുലാസി റുബായി റൂട്ടുകളിലേക്ക് എത്തുന്നത് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ടേബിൾ എന്നത് ഇംഗ്ലീഷിലെ ഒരു വാക്കാണ്. ഈ ടേബിൾ എന്നത് അറബി റൂട്ടിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസമുള്ളതല്ല. തോബല എന്ന വാക്കിൽ നിന്നാണ് തോവിലത്തുൻ എന്ന വാക്ക് വരുന്നത്. ഇതിന്റെ റൂട്ടായിട്ട് വരുന്നത് വാവ് ലാം, ഈ 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് ഫോം ചെയ്യപ്പെട്ട മറ്റൊരു വാക്കാണ് ടേബിൾ എന്നത് നമുക്ക് കാണാൻ കഴിയും. തോബല. ഇത് സമാനമായിട്ട് ഇതിന് അറബിയിലെ ഒരു സുലാസി വസൻ എന്നാണ് പറയുക. എന്നുള്ള 3 അക്ഷരങ്ങൾ. ഇതേപോലെ 4 അക്ഷരങ്ങളുള്ള പദങ്ങളുടെ റൂട്ടുള്ള വാക്കുകൾ അറബിയിലുണ്ട്. അപ്പൊ സുലാസി രൂപത്തിലോ റുബായി രൂപത്തിലോ ഉള്ള അറബി മസാദിറുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ വാക്കുകളാണ് ലോകത്തെ എല്ലാ ഭാഷകളിലെയും വാക്കുകൾ എന്നത് ചില ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പഠനം ഇനിയും വികസിക്കേണ്ടതായിട്ട് നിലനിൽക്കുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്. താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാരോട് എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ താങ്കളോട് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹുയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. എന്നിട്ട് ഈ ദൈവിക സന്ദേശത്തോട് ആളുകൾ സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനെ അവര് ദൂ മഗ്ഫിറത്തായിട്ട് കാണുന്നതും ദൂ ഇഖാബിൻ അലീമായിട്ട് കാണുന്നതും. അതിന് ഈ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, ഈ ഖുർആൻ തള്ളിക്കളയുന്നതിന് അവര് പല കാരണങ്ങളും നിരത്തുന്നുണ്ടല്ലോ. ഇതൊന്ന് കേൾക്കൂ. വലൗ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ, നാം ഖുർആനൻ അഅജമിയ്യ, നാം ഇതിനെ അഅജമി ഭാഷയിലുള്ള, അഅജമി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത എന്നാണ് അർത്ഥം, അഅജമി ഭാഷയിലുള്ള ഒരു ഖുർആൻ ആക്കിയിരുന്നുവെങ്കിൽ ലഖാലു, അവര് പറയുമായിരുന്നത് ഇങ്ങനെയാണ്, ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു, ഇതെന്താ ഈ വാക്യങ്ങളൊന്നും വേണ്ട വിധം വിശദമാക്കപ്പെടാത്ത ഒരു സംഗതിയാണല്ലോ. ആ അഅജമിയുൻ, അനറബി ഭാഷയിലുള്ള ഒരു വേദഗ്രന്ഥം, അറബിയുൻ, അറബി ഭാഷയിലുള്ള പ്രവാചകനുമോ, ഇതെന്തൊരു കൗതുകം എന്നാണ് അവർ പറയാ. അഅജമി ഭാഷയിലുള്ള എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത ഒരു ഭാഷയിലുള്ള വേദം, എന്നിട്ട് അത് കൊണ്ടുവരുന്ന പ്രവാചകനും ആ വേദഗ്രന്ഥം അഭിസംബോധന ചെയ്യുന്ന സമൂഹവും അവർ അറബികളും, ഇതെങ്ങനെ ശരിയാവും? ഇതാണ് അവരുടെ ചോദ്യം. അറബിയിലല്ലാത്ത ഒരു കിതാബ് അത് കൊണ്ടുവരികയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവാചകനും അത് കേൾക്കുന്ന ആളുകളും അറബികളും, ഇതെങ്ങനെ ശരിയാവും എന്നാണ് അവർ ചോദിക്കുക. എങ്ങനെയാണെങ്കിൽ അറബി അല്ലാത്തൊരു ഭാഷയിലായിരുന്നു നാം ഖുർആൻ അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അവരുടെ ചോദ്യം ഇതാകുമായിരുന്നു. പക്ഷെ അറബിയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്, അതിന് ന്യായവും ഉണ്ട്. ഒന്ന്, അത് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകൻ അറബിയാണ്. അത് കേൾക്കേണ്ട ആദ്യത്തെ സമൂഹം അറബികളാണ്. ഇതാണ് ഒരു ന്യായം. മറ്റൊരു ന്യായം, ലോകത്തെ മുഴുവൻ ആളുകൾക്കും അവരുടെ ഭാഷകളൊക്കെ ഏതൊരു ഭാഷയിൽ നിന്നാണോ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ആ തറവാട്ട് ഭാഷയിൽ തന്നെയാണ് എല്ലാവരോടുമായി കാര്യം പറയാൻ വേണ്ടി ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ യോജിച്ചത് എന്നതാണ്. അങ്ങനെയാണ്, ഒരു തറവാട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ അവിടുത്തെ ആ തറവാട്ടിൽ നിന്ന് പിരിഞ്ഞു പോയ എല്ലാവർക്കുമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സന്ദേശമായിട്ട് അറിയിക്കുന്നതെങ്കിൽ ആ തറവാട്ടിന്റെ ആദ്യത്തെ ആ പൂർവിക ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിൽ തന്നെ അത് അവതരിപ്പിക്കുന്നതാണ് എല്ലാവർക്കും എളുപ്പമാവുക. കാരണം എല്ലാവരുടെയും ഭാഷകളിൽ കുറെ വാക്കുകൾ ഈ തറവാട്ട് ഭാഷയിൽ നിന്നുണ്ടാകും. കാരണം അവിടുന്നാണ് അത് പോയിട്ടുള്ളത്. അപ്പോ ഈ ഭാഷകൾ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതും അത് തീർത്തും അപരിചിതമായ ഭാഷയായി മാറുന്നതൊക്കെ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ലക്ഷദ്വീപില് ദ്വീപുവാസികൾ സംസാരിക്കുന്ന ഒരു മലയാളമുണ്ട്. അത് എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവും എന്ന് തോന്നുന്നില്ല.
അവര് നമ്മളോട് മലയാളികളുടെ മലയാളം പറഞ്ഞ് സംസാരിക്കുമെങ്കിലും അവര് വീട്ടിലെ അംഗങ്ങളോട് സംസാരിക്കുന്ന ആ രീതി കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ വിധത്തിൽ അത്രയും അത് മാറിപ്പോയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഭാഷ ഒന്നിൽ നിന്നും മറ്റൊന്നായി നൂറ്റാണ്ടുകൾ പിന്നിടുന്നതോടുകൂടി അത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രൂപം പ്രാപിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോ ആദ്യത്തെ ആണും പെണ്ണും ആദമും ഹവ്വയും സംസാരിച്ച ഭാഷയിൽ നിന്ന് ലോകത്ത് ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള 6000-ലേറെ ഭാഷകളുണ്ട്. ഇത്രയും ഭാഷകളായിട്ട് അത് പരിവർത്തിതമായത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ അനുനിമിഷം ഭാഷയിൽ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഭൂപ്രദേശത്ത് സംസാരിക്കുന്ന മലയാളമല്ല ഒരു 500 കിലോമീറ്റർ വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങിയാൽ സംസാരിക്കുന്ന മലയാളം. മാറിയിട്ടുണ്ട്, ധാരാളം മാറിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 500 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഭാഷ തന്നെ ആയി മാറിയിട്ടുണ്ട്. തമിഴോ കന്നഡയോ ഒക്കെ ആയി മാറിയത് നമുക്ക് കാണാൻ കഴിയും. ഭാഷയുടെ വ്യതിയാനം അങ്ങനെയാണ്. പക്ഷെ ഇവയുടെ ഒക്കെ മൂല സ്രോതസ്സായിട്ട് ഉണ്ടായിരുന്ന ഭാഷ ആദ്യത്തെ ആണും ആദ്യത്തെ പെണ്ണും സംസാരിച്ചിരുന്ന ഭാഷ തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ശാസ്ത്രം, ഭാഷാശാസ്ത്രം 7 ഭാഷാ കുടുംബങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്ത് പ്രളയത്തിന്റെ മുന്നേ മനുഷ്യര് സംസാരിച്ചിരുന്ന ഭാഷയെ കുറിച്ച് ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരുമ്പോഴാണ് അത് മനുഷ്യോൽപത്തി മുതൽ പ്രളയം വരെയുള്ള കാലത്ത് മനുഷ്യര് സംസാരിച്ചിരുന്ന ഭാഷ ഒന്ന് തന്നെയായിരുന്നു. അവര് പരസ്പരം അടുത്തിടപഴകാൻ കഴിയുന്ന ഇടങ്ങളിലായിരുന്നു താമസമുണ്ടായിരുന്നത് എന്നതിനാൽ തന്നെ ഭാഷാപരമായി വലിയ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോ അറബി അല്ലാത്തൊരു ഭാഷയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഖുർആൻ അവരെ കേൾപ്പിച്ചിരുന്നതെങ്കിൽ അവര് അന്നേരവും ഒരു ആക്ഷേപം ഉന്നയിക്കും. അതെന്താണ്? അജമിയുൻ, അറബി അല്ലാത്ത ഭാഷയിലെ ഒരു പുസ്തകമോ? അറബിയുൻ, എന്നിട്ട് അത് കേൾക്കേണ്ടതും അതുമായിട്ട് ഇടപഴകേണ്ടതും അറബികളായ ആളുകളും. ഇതാണ് അവർ ചോദിക്കുന്നത്. അജമിയുൻ അറബിയുൻ, അറബി അല്ലാത്ത ഭാഷയില് എന്നിട്ട് അറബികളും. ഇതാണ് ചോദ്യം. ഖുൽ, അവരോട് പറയുക, ഹുവ ലില്ലദീന ആമനു ഹുദം വശിഫാ. അല്ലാഹു ഈ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ മനസ്സിലാകാതിരിക്കുന്നു എന്നതിനുള്ള ഒരു കാരണം വ്യക്തമാക്കുക കൂടിയാണ് ഇവിടെ. നിങ്ങളിപ്പോ ഭാഷയുടെ പേരിലാണല്ലോ തർക്കിക്കുന്നത്. മുഹമ്മദ് നബി തനിക്ക് വശമില്ലാത്ത ഒരു ഭാഷയിലായിരുന്നു അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയാമായിരുന്നു എന്ന് കരുതിയ ആളുകൾ പിന്നെ അറബി ഭാഷയിൽ കേൾപ്പിച്ചപ്പോ അറബി അല്ലാത്ത ഭാഷയിൽ കേൾപ്പിച്ചപ്പോ ഇതെങ്ങനെ ശരിയാവും? അറബി അല്ലാത്ത ഭാഷയിൽ ഒരു കിതാബ്, അതും അറബികൾക്ക്, ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾപ്പിക്കാനായിട്ട് അള്ളാഹുവിടെ പറയുന്നത് ഇതൊക്കെ ഒരു സന്നദ്ധതയുടെ പ്രശ്നമാണ് കൂട്ടരെ. ഒന്ന് കേട്ടു നോക്കൂ. അള്ളാഹു പറയുന്ന ഇതാണ്, ഖുൽ ഹുവ ലില്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആളുകൾക്ക്, ഹുദൻ വശിഫാഉൻ, ഇത് മാർഗദർശനമാണ്, ശമനവുമാണ്. അത് അറബി ഭാഷയായി അല്ലെങ്കിൽ തങ്ങളുടെ മാതൃഭാഷയിൽ അല്ലാതെയായി എന്നതല്ല വിഷയം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ അറബി ഭാഷയിലായാലും അതല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിലാണ് എങ്കിലും ഇത് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർക്കത് മാർഗദർശനവും ശമനവുമാവും. ശമനം എന്ന് പറഞ്ഞാൽ അവരെ നേരിടുന്ന പല വിധത്തിലുള്ള മനസ്സിന്റെ അസ്വസ്ഥതകളുണ്ട്. അത്തരം അസ്വസ്ഥതകളുടെ പിടിയിൽ അമരുമ്പോ അള്ളാഹുവിന്റെ കിതാബ് അവര് വായിക്കാൻ കൂട്ടാക്കുകയാണെങ്കിൽ അവരതില് മനഃശാന്തി കണ്ടെത്തും. അതിന്റെ ആശയങ്ങളും അതിന്റെ ശബ്ദ ചേരുവകളും അവർക്ക് മനസ്സിന് ശിഫ പകർന്നു നൽകും. ഇത് രോഗശമനം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം.
ഇത് ശരീരത്തിന്റെ രോഗം മാത്രമല്ലല്ലോ, യഥാർത്ഥ രോഗം മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മാനസികമായിട്ടുള്ള അവസ്ഥകളാണ് യഥാർത്ഥത്തിൽ രോഗമായിട്ട് പറയാൻ പറ്റുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ശരീരത്തിന്റെ രോഗത്തെ നമുക്ക് കാണാം. എന്തായാലും അള്ളാഹു പറയുന്നത് ഇതെന്താണ് അനറബി ഭാഷയിൽ അറബികൾക്ക് എന്ന് ചോദിച്ചവരോട്, കൂട്ടരെ വിശ്വസിക്കാൻ സന്നദ്ധതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാർഗദർശനവുമാണ്, മനസ്സമാധാനവുമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് വിധേയപ്പെടാനുള്ള സന്നദ്ധത കാണിക്കുക മാത്രമേ അതിന് വേണ്ടതുള്ളൂ. ലില്ലദീന ആമനു ഹുദം വശിഫ, അത് ഒരു പച്ച പരമാർത്ഥമാണ് എന്ന കാര്യം നമുക്ക് പിന്നിട്ട 1500ഓളം വർഷങ്ങളുടെ ചരിത്രം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഭൂമുഖത്ത് വളരെ ചുരുങ്ങിയ ഒരു ഭൂപ്രദേശത്ത് മാത്രം സംസാരിച്ചിരുന്ന ഒരു ഭാഷയാണ് അറബി. ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിൽ അറബി സംസാരിച്ചിരുന്ന ജനത എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇന്ന് ലോകത്ത് എത്രയോ ഭൂപ്രദേശങ്ങളിൽ അറബി പൂർണ്ണമായിട്ടും മാതൃഭാഷയായിട്ടുള്ള സമൂഹങ്ങളുണ്ട്. ഭാഗികമായിട്ട് അറബി അറിയുന്നവരും നിരന്തരം അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ട് ഒരുപാട് സമൂഹങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമായിട്ട് പടർന്നു പിടിച്ചത് കാണാൻ സാധിക്കും. ഇത് ഭാഷ ഒരു തടസ്സമായിരുന്നില്ല. ഈമാൻ ഉൾക്കൊള്ളാൻ സന്നദ്ധത ഉണ്ടായിരുന്ന ആളുകൾക്ക് ഭാഷ പഠിക്കലും വിശുദ്ധ ഖുർആനിൽ നിന്ന് മാർഗദർശനം നേടലും അതിലൂടെ ശമനം തേടലും ഒക്കെ തന്നെ വളരെ നിഷ്പ്രയാസമായിട്ട് സാധിക്കുമായിരുന്നു എന്നതിനുള്ള തെളിവാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ, അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊന്ന് വന്ന് നോക്കൂ. ഇവിടെയൊക്കെ തന്നെ കുഗ്രാമങ്ങളിൽ പോലും വളരെ കഷ്ടപ്പെട്ട് നുള്ളിപ്പെറുക്കി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, അതിൽ മനസ്സമാധാനം കണ്ടെത്തുന്ന എത്രയോ ആയിരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ പൂർണ്ണമായിട്ട് ഈ ആയാത്തുകളുടെ അർത്ഥം ഉൾക്കൊള്ളുന്നവരുണ്ട്, ഭാഗികമായിട്ട് ഉൾക്കൊള്ളുന്നവരുണ്ട്, ചില പിൻബലവും സഹായവും കിട്ടിയാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുണ്ട്, അതിനുവേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് അറബി ഭാഷയായി പോയി എന്നതിന്റെ പേരിൽ അനറബി ഭാഷ സംസാരിക്കുന്നവർക്ക് ഇത് അസാധ്യമായ ഒരു കാര്യമല്ല. അതുപോലെ അറബി സംസാരിക്കുന്നവർക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാകാതെ പോവുകയും ഇല്ല. അത് സംഭവിക്കുന്നത് നിങ്ങൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാട് കൊണ്ട് മാത്രമാണ്. ഹുവ ലില്ലദീന ആമനു, ഇതാണ് ഉത്തരം. ലില്ലദീന ആമനു ഹുദം വശിഫ, ഈമാൻ ഉൾക്കൊള്ളാൻ സന്നദ്ധരായവർക്ക് അതില് ഹുദയുണ്ട്, ശിഫ ഉണ്ട്. വല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാൻ സന്നദ്ധതയില്ലാത്ത ആളുകളുടെ കാര്യത്തിലോ അവിശ്വാസികൾക്ക് ഫി ആദാനിഹിം വഖ്റുൻ, അവരുടെ കാര്യം അവരുടെ കാതുകളിൽ ഒരു അടപ്പുള്ള പോലെ. ഭാഷ അറിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, കാതിന് അടപ്പുണ്ടെങ്കിൽ വല്ലതും കേൾക്കുമോ? അറബിയിൽ തന്നെയാണ്, അവർക്കറിയാവുന്ന വാക്കുകളാണ്, അവർക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസമുള്ള ഭാഷാഘടനയോ ശൈലിയോ ഒന്നും അല്ല. എങ്കിൽ പോലും കാതുകളിൽ അടപ്പുള്ളവരുടെ കാര്യത്തില് അത് പ്രയോജനം ചെയ്യോ? ഇതാണ് കുഫറിന്റെ അവസ്ഥ. വല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്തവരുടെ കാര്യത്തില് ഈ ഖുർആന്റെ അവസ്ഥ എന്താണ്? ഫി ആദാനിഹിം വഖറുൻ, അവരുടെ കാതുകളിൽ ഒരു തടസ്സമായിട്ട് അടപ്പ് കിടക്കുകയാണ്. വഹുവ അലൈഹിം അമ, അവര് അതിന്റെ കാര്യത്തില് അന്ധരാണ്, കണ്ണ് കണ്ടുകൂടാത്തവരാണ്. ഇതാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുന്ന സത്യവിശ്വാസത്തിന് സന്നദ്ധരല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ പറയുന്നത്. അവർക്ക് ഖുർആൻ മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം ഭാഷാപരമായ അന്യതയല്ല, അവരുടെ ഭാഷയിലല്ല എന്നതല്ല. സന്നദ്ധത ഉണ്ടെങ്കിൽ അവര് ഈമാൻ ഉള്ളവരാകുന്നുവെങ്കിൽ അവർക്ക് ഖുർആൻ ഒരു മാർഗദർശനവും അതുപോലെ സമാധാനം പകരുന്ന ഒരു സംഗതിയുമാകും. അതില്ലെങ്കിൽ അവർക്ക് ഭാഷ നന്നായി അറിയാവുന്ന ആളാണെങ്കിൽ പോലും അവരുടെ കാതുകളിൽ ഒരു അടപ്പും അവരുടെ കണ്ണുകൾക്ക് ഒരു ഷട്ടറും ഒക്കെ ആയിരിക്കും. അവര് ഖുർആനിൽ നിന്ന് യാഥാർത്ഥ്യം കേട്ട് മനസ്സിലാക്കൂല,
അതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം അവര് കണ്ടും ഉൾക്കൊള്ളുകയില്ല. ഖുർആന്റെ കാര്യത്തിൽ വഹും അലൈഹിം അമ, അവരുടെ കാര്യത്തിൽ അവര് അന്ധരായിരിക്കും. ഇക്കാര്യത്തിൽ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ ഉലായിക, എന്താണ് അവരുടെ ശരിയായ ഒരു ചിത്രം? ഉലായിക യുനാദൗന മിൻ മകാനിൻ ബഈദ്, വളരെ വിദൂരതയിൽ നിന്ന് വിളിക്കപ്പെടുന്നവരുടെ ഒരവസ്ഥയാണ് അവരുടെ എന്ന് പറഞ്ഞാൽ വളരെ അകലെ നിന്ന്. ഒരു മരുഭൂമിയുടെ ഒക്കെ പശ്ചാത്തലം മനസ്സിൽ കണ്ടു നോക്കുക. ഒരുപാട് അകലെ ഒരാളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപാട് അകലെയായിട്ട് ഒരാള് നിൽക്കുന്നത് കാണാം. അയാളെ കാണുന്നുണ്ടെങ്കിലും അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അയാൾ എന്താണ് പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാളിങ്ങനെ വിളിക്കപ്പെടുകയാണ്, നിർദ്ദേശം നൽകപ്പെടുകയാണ്, വല്ലതും മനസ്സിലാവുക. ഇടത്തോട്ട് പോകാനോ വലത്തോട്ട് നടക്കാനോ അവിടെ തന്നെ നിൽക്കാനോ എന്താണ് പറയുന്നത് എന്നത് വ്യക്തമാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ നിന്ന നിപ്പില് നട്ടം തിരിയുക എന്നതല്ലാത്ത വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല. അപ്പോ ഇവരുടെ കാര്യം അതാണ്. വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖറുൻ വഹുവ അലൈഹിം അമ, ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക. ഉലായിക യുനാദൗന മിൻ മകാനിൻ ബഈദ്, വളരെ വിദൂരമായ ഇടത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നവരുടെ അവസ്ഥയാണ് അവരുടെ. എന്താണ് കാതുകളിൽ വന്ന് പതിയണത് എന്നത് അവർക്ക് വ്യക്തത ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള വല്ലാത്തൊരു ഒരു 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 പ്രതിസന്ധിയിലാണ് ആളുകൾ ചിലപ്പോഴുണ്ടാവുക. അത്തരം ആളുകളെ പോലെയാണ് ഇവര്. ദൂരെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് അതിൽ വ്യക്തത കിട്ടുന്നില്ല. കാരണം അവരുടെ കാതുകളിൽ ഒരു അടപ്പാണ്, കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അവസ്ഥ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഇതൊരു പുതിയ സംഗതിയൊന്നുമല്ല, നേരത്തെ വന്ന പ്രവാചകന്മാരുടെയും അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസ അലൈഹിസ്സലാമിന് നാം നമ്മുടെ വേദഗ്രന്ഥം നേരത്തെ നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ഫഖ്തുലിഫ ഫീഹി, എന്നിട്ട് ആ കിതാബിന്റെ കാര്യത്തിൽ അവര് തർക്കത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലായിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ കാര്യം? ഈ സമൂഹത്തിന് ദൈവിക മാർഗദർശനം അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം തീരുമാനമെടുക്കാൻ, കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാന് ആലോചിക്കാനൊക്കെ അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കും. ആ സമയം കഴിയുന്നത് വരെ അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ അവസരം ഉണ്ടാവും. അതുവരെ അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനിടക്ക് അള്ളാഹു ഒരു നടപടി സ്വീകരിക്കുകയില്ല. അത് അള്ളാഹു അവർക്ക് അനുവദിച്ച അജലാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹിന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ മറ്റൊരർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാം. അള്ളാഹു ഇവർക്കായിട്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തുന്നത് വരെ ഈ ഖുർആന്റെ സന്ദേശത്തിനോട് അവർ സ്വീകരിക്കുന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ അള്ളാഹു ഉടനെ ഒരു നടപടി എടുക്കുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം. അങ്ങനെ ഒരു പ്രഖ്യാപനം അള്ളാഹു നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലഖുളിയ ബൈനഹും, ഇവർക്കിടയിലൊക്കെ ഉടനടി ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഖുർആനിങ് വന്നു, അത് കേൾക്കാൻ ഇവർക്ക് അവസരം ഉണ്ടായി, ഉടനെ സത്യത്തിന് വേണ്ടി നിലക്കൊണ്ടവർക്ക് രക്ഷയും അല്ലാത്തവരെ അള്ളാഹു നശിപ്പിച്ചു കളയുകയും ചെയ്യുക എന്ന ഒരു നടപടിയിലേക്കൊന്നും അള്ളാഹു പോകുന്നില്ല. കാരണം അള്ളാഹു നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം ഇത് സംബന്ധമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നതാണ്. അവർക്കൊരു അജൽ അള്ളാഹു വെച്ചിട്ടുണ്ട്, അവരുടെ കാര്യത്തില് അള്ളാഹു ഒരു അവസരം നൽകിയിട്ടുമുണ്ട് എന്നതാണ് സത്യം. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹു നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരിപ്പോ പറയുന്ന ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ, അറബിയിലുള്ള ഖുർആൻ അവതരിപ്പിച്ചപ്പോ ഇതിലെന്ത് കൗതുകാണുള്ളത്,
അറബിയിലുള്ളത് ഇപ്പോ ഏത് അറബിക്കാ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ ഇവരുടെ ഈ നിലപാട്. എന്നാൽ അറബി അല്ലാത്തൊരു ഭാഷയിൽ അവതരിപ്പിച്ചാലോ, ഇതെന്താ ഞങ്ങൾ അറബികൾക്ക് ഈ അറബി അല്ലാത്തത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറയുന്ന ആ നിലപാട്. ഇങ്ങനെയുള്ള നിലപാടുണ്ടാവുമ്പോ ഉടനെ അവരുടെ കാര്യത്തിൽ ഒരു നടപടി അങ്ങ് എടുത്തു കളയുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹ് നേരത്തെ മറിച്ച് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തില് ഇസ്ലാമും കുഫറും തമ്മിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റുമുട്ടല്, യുദ്ധം, ഇസ്ലാമിന്റെ പക്ഷത്തുള്ള വളരെ പ്രമുഖരായ പലരും വധിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിലും എന്തുകൊണ്ട് അള്ളാഹുവിന്റെ നടപടി ഉടനെ അങ്ങ് ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ മറുപക്ഷത്തുള്ളവർക്ക് എതിരിലുള്ള അള്ളാഹുവിന്റെ ശക്തമായ ആ ഒരു നടപടി ഉണ്ടായി അവർ ഒടുങ്ങി പോകുന്നില്ല എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടാവും. ആളുകൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരവും ഇത് തന്നെയാണ്. അള്ളാഹു അവർക്ക് അവരുടെ കാര്യത്തിൽ അള്ളാഹിന്റെ ഒരു തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ചിലരുടെ ധിക്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത് അള്ളാഹു അവർക്ക് ഒരു സമയം നിശ്ചയിച്ചത് കൊണ്ടും ആ സമയം എത്തുന്നത് വരെ അവരുടെ കാര്യത്തിൽ നടപടി ഉണ്ടാവുകയില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനമുള്ളത് കൊണ്ടുമാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ മൂസ അലൈഹി ഇസ്ലാം കിതാബുമായി ചെന്നപ്പോ അവര് നടത്തിയ പ്രതികരണം ഉണ്ടല്ലോ, ആ ഒരൊറ്റ സംഗതിയുടെ പേരിൽ അവർക്കെതിരിൽ ഉടനെ നടപടി എടുക്കേണ്ടതായിരുന്നു. പൂർവിക സമൂഹങ്ങളിൽ പലരുടെയും കാര്യത്തില് അങ്ങനെ ഉടനടി നടപടി ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുന്നത് വരെ അവർക്ക് സമയം പ്രയോജനപ്പെടുത്താൻ പറ്റിയിരുന്നു. അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. അപ്പോ ലഖുളിയ ബൈനഹും, അള്ളാഹു ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഉടനെ തീരുമാനമാകുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അള്ളാഹിന്റെ തീരുമാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. വൈന്നഹും ലഫി ശക്കിം മിൻഹു മുരീബ്. അങ്ങനെ അവര് ഇക്കാര്യത്തില്, ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തില്, ദൂതന്മാരുടെ കാര്യത്തില് ഒക്കെ തന്നെ അവര് ഒടുങ്ങാത്ത ആശയക്കുഴപ്പത്തില് കഴിയുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു ഉടനെ അങ്ങ് നടപടി എടുത്തിരുന്നെങ്കിൽ ഷെക്കും റൈബും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഹക്ക് ഉൾക്കൊണ്ടവർ ഉടനെ അള്ളാഹു അവരങ്ങ് ഏറ്റെടുക്കുന്നു. ബാത്തിലിനു വേണ്ടി നിലക്കൊള്ളുന്നവരെ അള്ളാഹു കഥ കഴിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നതെങ്കിൽ ആശയക്കുഴപ്പവും ചിന്തയും അന്വേഷണവും വാഗ്വാദങ്ങളും സംവാദങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യര് ഭൂമുഖത്ത് അങ്ങനെ പല സംഗതികളിലുമായി വ്യാപരിക്കുമായിരുന്നില്ല. കാര്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ തീരുമാനമാകുമായിരുന്നു. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചത് അങ്ങനെയല്ല. ആളുകൾ സംവദിക്കണം, ചർച്ച ചെയ്യണം, തർക്കത്തിൽ ഏർപ്പെടണം, സത്യം എന്താണ് എന്നത് ആ പ്രക്രിയയിൽ പലരും മനസ്സിലാക്കണം. പലരും സത്യസന്ധതയോടുകൂടി ആ സത്യമാർഗം സ്വീകരിക്കുന്നവരാവണം. പലരും മനസ്സിലായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടും അത് അംഗീകരിക്കുകയോ അതിനെ പിൻപറ്റുകയോ ചെയ്യുന്നവരല്ലാതെയായി നിലകൊള്ളണം. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളായി മാറാൻ അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അജല് അനിവാര്യമായിട്ടും ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയിട്ടുള്ള സമയം അത് നൽകുക എന്നത് തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. അല്ലെങ്കിൽ അവര് പറയുമ്പോ ഇന്നഹും ലഫി ശക്കിം മിൻഹു മുരീബ്, ഇത് സംബന്ധമായ ശക്കും റൈബും ഒന്നും അവരെ പിടികൂടുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ അവര് റൈബുണ്ട്, ശക്കുണ്ട്, തർക്കമുണ്ട്, വിവാദങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള പ്രയത്നങ്ങൾ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ നടക്കണം എന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലെ അള്ളാഹു അവരെ കേൾപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത തർക്കം അവരിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയ ഒരു കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിച്ചു. ഇസ്ലാമിക സമൂഹത്തിലും നമ്മൾ കാണുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ആളുകൾ പല വിധത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുകയാണ്. ചിലർ ഉദ്ദേശപൂർവം ചില ഭാഗങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റുന്നു. വേറെ ചിലര് അതിന്റെ മുഴുവൻ ആയാത്തുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ ആശയം എന്തെന്ന് മനസ്സിലാക്കി അത് പിൻപറ്റുന്നു. മറ്റു ചിലര് കരുതിക്കൂട്ടി
ഖുർആനെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനെ നിസ്സാരമായി കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്ന ആളുകൾ ഈ ഖുർആന്റെ അഹ്ലുകാരായിട്ടുണ്ടാകും. അതിന് പറ്റുന്ന വിധത്തില് അള്ളാഹു അവർക്ക് അവസരം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തെ അവൻ സംവിധാനിച്ചിട്ട് തന്നെ ഉള്ളത്. ഈ കാര്യം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടികൂടുന്ന വലിയ വിഷമവും ഭാരവും ഒക്കെ അകന്നു കിട്ടും. കാരണം അള്ളാന്റെ ഈ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസൂത്രണം തന്നെ ഇങ്ങനെയാണ്. മനുഷ്യര് സന്ദേഹത്തിലും തർക്കത്തിലും അതുപോലെ ആശയക്കുഴപ്പത്തിലും ഒക്കെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ സത്യസന്ധതയോടുകൂടി ഹക്ക് തേടുന്ന ഒരാളും തന്നെ ദൈവിക മാർഗദർശനം ലഭിക്കാതെ പോവുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.